ഇടത് നേതാക്കൾക്കൊപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള, തമിഴ്നാട് IT മന്ത്രി അടക്കമുള്ളവർ സമരവേദിയിലെത്തി. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് KC ഉണ്ണികൃഷ്ണൻ പങ്കുവയ്ക്കും. ഉണ്ണികൃഷ്ണൻ, കേന്ദ്ര സർക്കാരിനെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് നേതാക്കൾ ഓരോരുത്തരും വേദിയിൽ ഉന്നയിക്കുന്നത്. എന്താണ് അവർ പറഞ്ഞതിന്റെ കാതൽ? എത്ര മണിവരെയാണ് സമരം? ലിബീഷ്, 1 മണി വരെയാണ് സമരം നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ 10:30 കൂടി തന്നെയാണ് വലിയൊരു പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. കേരള ഹൗസിൽ നിന്ന് പ്രകടനമായാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കളെല്ലാം ജന്തർ മന്ദിറിലേക്ക്, സമരവേദിയായ ജന്തർ മന്ദിറിലേക്ക് പോയത്. മുൻനിരയിൽ മുഖ്യമന്ത്രിക്കൊപ്പം സീതാറാം യെച്ചൂരി, D രാജ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കളെല്ലാം തന്നെ അണിനിരന്നു. സംസ്ഥാന മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ MLA മാരടക്കമെല്ലാം ഈ പ്രകടനത്തിനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന മന്ത്രിസഭയടക്കം അവിടെ സ്റ്റേജിൽ അണിനിരുന്നു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു സമരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ദേശീയ തലത്തിലധികം വളരെ ശ്രദ്ധ നേടിയ ഒരു സമരം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ഒരു വിമർശനം അവിടെ ഉണ്ടാകുന്നു. ആ രീതിയിലാണ് അതിനെതിരെയാണ് ഒരു സമരം ഉണ്ടായത്. ഫെഡറലിസത്തെ സംരക്ഷിക്കണം എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധം കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവിടെ അണിചേർന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ അടക്കമുള്ള ആം ആദ്മി നേതാക്കൾ, അതോടൊപ്പം തന്നെ കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ, കപിൽ സിബൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഒരു സംഗമവേദിയായി തന്നെ കേരളത്തിന്റെ പ്രതിഷേധ പരിപാടി മാറി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നിർണായക സമരമാണ് അവിടെ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാന അവകാശങ്ങളുടെ ലംഘനത്തിനെതിരായ സമരമെന്നാണ് മുഖ്യമന്ത്രി അതിനെ സൂചിപ്പിച്ചത്. കൂടാതെ സംസ്ഥാനങ്ങളുടെ അവകാശം കേന്ദ്രം വികലമാക്കുന്നു, നശിപ്പിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. നികുതി സ്വീകരിച്ച് ബാധ്യത സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നു, സംസ്ഥാനങ്ങളുടെ GST വിഹിതം വൈകിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ ഇടക്കാല ബജറ്റിനെ മുഖ്യമന്ത്രി പരാമർശിച്ചു. ഇടക്കാല ബജറ്റ് കേരളത്തെ ഞെരുക്കി, ധനകാര്യ കമ്മീഷൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ തവണയും കേരളത്തിൽ വായ്പ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, ആ രീതിയിൽ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നു എന്ന കാര്യത്തിലടക്കമെല്ലാം മുഖ്യമന്ത്രി വലിയ വിമർശനം ചൂണ്ടിക്കാണിച്ചു. കൂടാതെ പ്രളയകാലത്ത് കേന്ദ്രം വിരുദ്ധ നിലപാട് സ്വീകരിച്ചു സംസ്ഥാനത്തിനോട്, ഭക്ഷ്യധാന്യങ്ങൾക്ക് പോലും വില ഈടാക്കിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കൂടാതെ എയിംസ്, കേരയിൽ, ശബരിപാത എന്നിവ കേട്ടതായി നടിച്ചില്ല എന്നത് മുഖ്യമന്ത്രി പറയുന്നു. അത്തരത്തിൽ യൂണിയൻ സർക്കാർ എന്നാണ്, യൂണിയൻ ഗവൺമെന്റ് എന്ന ഒരു പരാമർശം തന്നെയാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. ആ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗമെന്നും പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ കേരളത്തിന്റെ നേട്ടങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ആരോഗ്യരംഗത്ത്, അതോടൊപ്പം തന്നെ ഉള്ള നേട്ടങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി പ്രസംഗത്തിലുടനീളം എടുത്തു പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നെ അതോടൊപ്പം തന്നെ സമരരംഗത്ത് ഇറങ്ങിയത് മറ്റ് വേറെ വഴിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇറങ്ങിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കൂടാതെ ഈ പ്രവർത്തനമുണ്ടാകുന്നത്, ഐക്യത്തിനെതിരായ പ്രവർത്തനമുണ്ടാകുന്നത് യൂണിയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് മുഖ്യമന്ത്രി പരാമർശിച്ചു. മതനിരപേക്ഷതയിൽ ഊന്നിയാണ് ഐക്യം വേണ്ടതെന്ന് മുഖ്യമന്ത്രി പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ രീതിയിൽ ശക്തമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അതോടൊപ്പം തന്നെ ഈ പ്രസംഗവേദിയിലേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി, ആം ആദ്മി നേതാക്കളായ പഞ്ചാബ് മുഖ്യമന്ത്രിയായ കെജ്രിവാൾ, അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവത് മാൻ, ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ, ഇവർ വന്നപ്പോൾ അവിടെ ഒരു പ്രതിഷേധ ഐക്യം രൂപപ്പെടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. എല്ലാവരും സ്റ്റേജിൽ അണിനിരക്കുന്നൊരു കാഴ്ചയും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. ആ രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നതും പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഇതോടൊപ്പം തന്നെ ഈ ആം ആദ്മി നേതാക്കൾ പറഞ്ഞ കാര്യം, കെജ്രിവാൾ പറഞ്ഞത് 3 രീതിയിലാണ് കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നത്. 1 സാമ്പത്തികപരമായി, 2 ഗവർണർമാർ വഴി, 3 ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴി. ഈ കാര്യങ്ങൾ കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഫറൂഖ് അബ്ദുള്ളയും രൂക്ഷമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നൊരു രീതി ഉണ്ടായി. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുക്കളെ പോലെ കാണുന്നു, കശ്മീരിനെ അടിച്ചമർത്തുന്നു എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. കൂടാതെ മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നു. ആ രീതിയിൽ ഫറൂഖ് അബ്ദുള്ളയും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രസംഗം നടത്തി. എന്തായാലും വലിയ ഒരു പരിപാടി നടത്തിയിരിക്കുന്നു. കേന്ദ്രത്തിനെതിരെ കേരള മന്ത്രിസഭ ഒന്നായി അണിനിരുന്നൊരു സാഹചര്യം. അതേസമയം തന്നെ കൂടുതൽ വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ വലിയൊരു പ്രചാരണം തന്നെ ഈ പ്രതിഷേധത്തിന് കിട്ടിയെന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ലിബീഷ്.